ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നത്തെ ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണി നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല ഫ്ലേവറും ഉള്ള ഒരു ചിക്കൻ 65 ബിരിയാണിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യൂമിൻ പൗഡറാണ് 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കണം. അത് ഒരു നാരങ്ങേൻ്റെ ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു മൈദയും കോൺഫ്ലവറും കൂടി ഇടുമ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പം നല്ലൊരു ക്രിസ്പി ആയിട്ട് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലേവറും ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കും. ഇനി ഈ ചിക്കൻ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കൻ പീസ് ചെറുതായതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. അടുത്ത ഇനി നമ്മൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള എണ്ണ മാത്രമാണ് ഈ ഒരു പാനിലുള്ളത്. ഇതിലേക്ക് 4 പച്ചമുളക് നടു കീറിയിട്ടതും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു ചിക്കൻ 65ൻ്റെ ആ ഒരു ശരിക്കും ടേസ്റ്റ് വരുന്നത്. ഈ ഒരു പച്ചമുളകും ഈ ഒരു കറിവേപ്പിലയും ഈ ഒരു ഫ്രൈ ചെയ്ത് വരുന്ന നല്ല ടേസ്റ്റാണ് ഇതിൽ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 2 സവോള മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനി നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പൊടികൾ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഈ ഒരു പൊടികളുടെ മണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണിത്. അപ്പം ഇതും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ മസാല ഏകദേശം റെഡിയാണ്. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ പോലെ ഒരുപാട് മസാലയൊന്നും ഈ ഒരു ചിക്കൻ 65 ബിരിയാണിയിൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചിക്കനിൽ അത്യാവശ്യം അങ്ങനെ കോട്ടായിരിക്കുന്ന രീതിയിലായിരിക്കും ഈ ഒരു മസാല ഉണ്ടാവുക.
ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ഇടുന്നത്. പട്ട, കരയാമ്പൂ, ഏലക്ക, അതുപോലെ 1 ടീസ്പൂൺ ഷാ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം തിളയ്ക്കുന്നതിൽ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഇഞ്ചി ആഡ് ചെയ്യുമ്പം ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പം ഈ ഒരു വെള്ളത്തിൽ ഇഞ്ചി ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2.5 കപ്പ് ബസ്മതി റൈസ് ആണ്. ഇത് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസ് ആണ്. ഈ ഒരു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു റൈസ് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആണ് എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇത് റൈസ് മുഴുവനായിട്ട് കുക്ക് ആയിട്ടില്ല, ഒരു 80% കുക്കായിട്ട് വന്നാൽ മതി. കാരണം നമ്മളത് ദം ഇടാനുള്ളതാണ്. ഞാൻ ഈ റൈസ് എന്തായാലും ഇതിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി ഈ ഒരു ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതിൻ്റെ അടിയത്തെ ലെയറിൽ റൈസ് ആണ് വെച്ചത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മസാല ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചിക്കൻ്റെ ഈ മസാല ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഈ റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഫ്രൈഡ് ഓണിയൻസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പാലിൽ സാഫ്രോൺ കലക്കിയതാണ്. അത് കുറച്ചൊരു മണവും ആ ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമില്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. പകരം കളർ ഇടാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഏത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്ക് ബിരിയാണി ദം ഇടാം. ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് എന്തായാലും മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ചിക്കൻ 65 ബിരിയാണി ഇവിടെ റെഡിയാണ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും ആണ് ഈ ഒരു റൈസിന് തന്നെ. ഞാൻ ഈ മുകൾ ഭാഗത്ത് ഈ ഒരു റൈസ് മാറ്റിയിട്ട് മസാല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്